അതിർത്തി കടന്നുള്ള ഭീകരതയുടെ മുഖം മാറുന്നു. ഇതുവരെ പുരുഷന്മാരെ മുൻനിർത്തി ഇന്ത്യക്കെതിരെ യുദ്ധം നയിച്ചിരുന്ന പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ ത്വയ്ബയും ഇപ്പോൾ സ്ത്രീകളെ ചാവേറുകളാക്കാൻ ഒരുങ്ങുന്നു. ആഗോള ഭീകര സംഘടനകളായ ഐസിസിനും LTTEക്കും സമാനമായ രീതിയിൽ പെൺ ചാവേറുകളെ ഉപയോഗിച്ച വൻ സ്ഫോടനങ്ങൾ നടത്താനാണ് ഇവരുടെ നീക്കം. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച പുതിയ വിവരങ്ങൾ രാജ്യത്തിന് വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത്. അതേസമയം ഭീകരതയുടെ വിഷം സമൂഹത്തിന്റെ വേരുകളിലേക്ക് എത്തിക്കാൻ സ്ത്രീകളെയാണ് ഏറ്റവും മികച്ച ആയുധമായി മസൂദ് അസറും ഹാഫിസ് സയ്യിദും കാണുന്നത്. ജമാഅത്ത് ഉൽ മുവാദിന് ജെയ്ഷെ മുഹമ്മദ് കഴിഞ്ഞ ഒക്ടോബറിൽ രൂപീകരിച്ച ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ വിഭാഗമാണ് ഇത്. വിദ്യാസമ്പന്നരായ സ്ത്രീകളെ വൈകാരികമായി ബ്രെയിൻ വാഷ് ചെയ്ത് ഭീകരതയിലേക്ക് എത്തിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ത്വയ്ബാദ് ലഷ്കർ ഇ ത്വയ്ബയുടെ വനിതാ വിഭാഗമായ ത്വയ്ബാദ് ഇപ്പോൾ പാകിസ്ഥാനിൽ അതിവേഗം പടരുകയാണ്. ഇസ്ലാമിക് വിദ്യാഭ്യാസ സ്ഥാപനമെന്ന വ്യാജേനയാണ് ഇവർ പെൺകുട്ടികൾക്ക് ആയുധ പരിശീലനവും തീവ്രവാദ ആശയങ്ങളും നൽകുന്നത്. എങ്ങനെയാണ് സ്ത്രീകൾ കുടുങ്ങുന്നത്? നഗരങ്ങളിൽ താമസിക്കുന്ന ഉയർന്ന വിദ്യാഭ്യാസം നേടിയ മുസ്ലിം സ്ത്രീകളെയാണ് ഭീകരർ ലക്ഷ്യമിടുന്നത്. മക്കയുടെയും മദീനയുടെയും ചിത്രങ്ങൾ പതിച്ച സർക്കുലറുകൾ ഉപയോഗിച്ച് മതപരമായ വികാരങ്ങളെ ഇവർ ചൂഷണം ചെയ്യുന്നു. ലഷ്കർ കമാൻഡർമാരുടെ ഭാര്യമാരെ തന്നെ ഇതിനായി മുൻനിർത്തുന്നു. ലാഹോറിൽ അടുത്തിടെ നടന്ന ലഷ്കർ സംഗമത്തിൽ അമുസ്ലിം വിരുദ്ധത പ്രസംഗിച്ചത് ഈ നേതാക്കളുടെ ഭാര്യമാരായിരുന്നു. ഒരു സ്ത്രീ തീവ്രവാദിയായാൽ ആ കുടുംബത്തെ മുഴുവൻ ഭീകരതയിലേക്ക് നയിക്കാം എന്ന തന്ത്രമാണ് പാക് ഭീകരർ ഇപ്പോൾ പയറ്റുന്നത്. ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ അത് ചെറുതായി നമുക്ക് കാണാനും സാധിക്കില്ല. മുമ്പും ഇന്ത്യയെ ചോരയിൽ മുക്കിയ ചരിത്രമാണ് ഈ സംഘടനയ്ക്കുള്ളത്. ജെയ്ഷെ മുഹമ്മദ് 2001 പാർലമെന്റ് ആക്രമണത്തിനും 2019 പുൽവാമ ചാവേർ ആക്രമണത്തിനും പിന്നിൽ മസൂദ് അസറിന്റെ ഈ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു. മുംബൈ 26/11 ആക്രമണവും പഹൽഗാം ആക്രമണവും നയിച്ചത് ഹാഫിസ് സയ്യിദിന്റെ ലഷ്കറാണ്. സ്ത്രീകൾ രംഗത്തിറങ്ങുന്നതോടെ തിരിച്ചറിയാൻ പ്രയാസം കൂടും. പുരുഷ ഭീകരരെ കണ്ടെത്താൻ സുരക്ഷാ സേനയ്ക്ക് എളുപ്പമാണെങ്കിലും സ്ത്രീകളെ അത്ര പെട്ടെന്ന് സംശയിക്കില്ല എന്ന പഴുതാണ് പാക് ഭീകരർ ഉപയോഗിക്കാൻ പോകുന്നത്. വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മതപരമായ ചടങ്ങുകൾ എന്നിവിടങ്ങളിൽ വനിതാ ചാവേറുകൾക്ക് വേഗത്തിൽ നുഴഞ്ഞുകയറാൻ സാധിക്കും. UN മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ ഈ തന്ത്രപരമായ മാറ്റത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചാവേർ ആക്രമണങ്ങൾക്കുള്ള ലോജിസ്റ്റിക് സഹായം നൽകുന്നതിലുള്ള പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിലും ഈ വനിതാ ഗ്രൂപ്പുകൾ ഇപ്പോൾ സജീവമാണ്. ചുരുക്കത്തിൽ അതിർത്തിക്കപ്പുറത്ത് ഭീകരതയുടെ ഒരു പുതിയ പെൺപട ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾക്ക് ഇത് വലിയൊരു അഗ്നിപരീക്ഷയായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല.